ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു വ്ളോഗ് തുടങ്ങുന്നത്. ഇതൊരു വ്ളോഗായിട്ട് എടുക്കാൻ വെച്ചതായിരുന്നില്ല കേട്ടോ, ഷോർട്സ് ആയിരുന്നു. പിന്നീട് അതെങ്ങനെ വ്ളോഗായിരുന്നു എനിക്ക് പോലും അറിയില്ല. കുറേ ഭാഗങ്ങൾ മിസ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എല്ലാം കൂടി ചേർത്തൊരു വ്ളോഗ് ആക്കിയതായിരുന്നേ. ഇപ്പോൾ എത്ര ദിവസമായിരുന്നു പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാത്ത അവസ്ഥ. ഒരു 170 അല്ലെങ്കിൽ 171 ആയിട്ടുണ്ടാവണം. അങ്ങനെ ഈ ദിവസത്തിന് ഞാൻ കാത്തിരിക്കുന്നത് മെയ് 10. ഈ ദിവസത്തിന് എന്നെ സംബന്ധിച്ചുള്ള പ്രത്യേകത കനിമോൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ദിവസം വന്നെടുത്തു. ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നേ. കാരണം അവൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കലും അവളുടെ ബാക്കി വികൃതിയും ക്ലാസ് വർക്ക്, ഹോംവർക്ക്, അങ്ങനെ എനിക്കൊരു ഭ്രാന്തായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എനിക്കും കൂടി കുറച്ച് റിലാക്സ് ആയിരിക്കാമല്ലോ എന്നുള്ളത് വലിയ സമാധാനമായിരുന്നു. അതുമാത്രമല്ല, ഈ പോകുമ്പോൾ ഈ ഒച്ചപ്പാടും ബഹളം ഇല്ലാത്തത് അത് വലിയ സങ്കടമായിട്ട് ഉള്ളിലുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ നന്നായി കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് കണ്ടവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ഞാൻ ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു. കാരണം അവൾ LKG UKG പഠിച്ച പോലെയല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്, വലിയ കുട്ടിയാവുകയാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, പ്രോപ്പറായിട്ടൊരു യൂണിഫോമും ബുക്സും ഒരു ടൈമിങ്ങും എല്ലാം എനിക്കിങ്ങനെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. പുതിയ ടീച്ചർ, പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, അവളൊക്കെ ഓക്കെ ആവുമോ എന്നുള്ളത്. കനിമോൾ ഈ പല്ല് വെച്ച് കളിക്കുന്നത് അവളുടെ ഫ്രണ്ടിൽ പല്ല് ഇളകുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു പല്ല് പോയി വന്നു, ഇനി ഈ പല്ലങ്ങ് പോകാനുണ്ട്. അപ്പോൾ റാബിറ്റാന്ന് പറഞ്ഞ് കളിക്കുകയാണ്. അവൾ എന്നെ പല്ല് പറിച്ചെടുക്കും എന്നുള്ളൊരു വാശി പുറത്ത് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നിരുന്നത്, കഴിഞ്ഞ കൊല്ലം ഇത്രയും ടെൻഷൻ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൾ പോകെ എല്ലാമായിട്ട് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ലൊരു സമാധാനം ഉള്ളിലുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ആ സ്കൂളായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തുകൊണ്ട്, പക്ഷേ അവൾക്ക് അറിയാവുന്നൊരു കുട്ടി, നൈറ എന്ന് തന്നെ ആ കുട്ടിയുടെ പേര്, അവൾ ഫ്രണ്ടായിട്ടുണ്ടല്ലോ, ക്ലാസ്സിലുണ്ട് എന്നുള്ളത് വലിയ സമാധാനം, സന്തോഷമായിരുന്നു കേട്ടോ കനിമോക്ക്. ഈ ഓൺലൈൻ ക്ലാസ് വന്ന സമയത്ത് ഇവളൊക്കെ കാണുമ്പോൾ നൈറ ഉണ്ടല്ലോ എക്സൈറ്റഡ് ആണെന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സാവും, ഞങ്ങൾക്ക് അടുത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ റെഡിയായി 6:40 ആയപ്പോൾ ബസ് വരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ വല്ലാണ്ട് വിഷമം വരാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ കവർ ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു ജിമ്മിൽ അങ്ങ് പോയി ജോയിൻ ചെയ്യാം. കുറേ നാളായിട്ട് ഞാൻ നോക്കി കാണുന്നൊരു ദിവസമായിരുന്നത്. അങ്ങനെ ജിമ്മിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധം വരലും പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് മുന്നിലുള്ളത്. പിടിച്ചെന്നെ ആവണം, നമുക്ക് പിടിക്കാമല്ലേ ഒരുമിച്ച്. അങ്ങനെ തിരിച്ച് വന്ന് ഒരു ഇളനീരൊക്കെ കുടിച്ച് പിന്നെ നേരെ അമ്മേനെ വിളിച്ചു. കുറേ നേരം കത്തിയടിക്കുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവർ ഹൈദരാബാദിലാണ് കേട്ടോ ട്രിപ്പ് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കത്തിവെച്ച ശേഷം പിന്നെ കനിമോൾ വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ നേരത്തെ എത്തുന്ന ആളാണ്, പക്ഷേ ഇത്തവണ 2:30 ആയിട്ടുണ്ടായിരുന്നു. വന്ന കോലം നോക്കിക്കേ, പോകുമ്പോൾ എങ്ങനെയായിരുന്നു പോയിരുന്നത്, എന്ത് ഭംഗിയിൽ മുടികെട്ടി ടൈയൊക്കെ പ്രോപ്പറായിട്ട് കെട്ടിപ്പോയ ആളാണ്. തിരിച്ചു വന്നപ്പോഴുള്ള കോലം കണ്ടില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. കാരണം വിശപ്പ് അങ്ങേ അറ്റം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ രണ്ടാളും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് അങ്ങ് കഴിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അവൾ എന്നോട് പറയുന്നത് മദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് ഞാൻ മമ്മിക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. സ്കൂളിൽ പോയപ്പോഴാണ് അറിഞ്ഞതെന്നൊക്കെ ഉള്ളത്. എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും മദേഴ്സ് ഡേ ആയിട്ട് തന്നെ ഫീൽ ചെയ്യലോ അല്ലേ. ഒരു പ്രത്യേക ദിവസം വേണോ നമുക്ക് അമ്മേനെ ആലോചിക്കാനോ അമ്മയ്ക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. എന്നിരുന്നാലും കനിമോളുടെ സ്കൂളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാലും കനിമോൾക്ക് ആ ഒരു കാർഡ് കയ്യിൽ തന്നാലേ ഭയങ്കര സമാധാനമുള്ളൂ. പിന്നെ ആ കാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടാളും, ഞാനും സൈഷനും ഭയങ്കരമായിട്ട് നോക്കി കാണുന്നൊരു കാർഡാണ്. കാരണം അവളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഫുൾ അതിലുണ്ടായിരിക്കും. അങ്ങനെ ആ കാർഡൊക്കെ തന്ന ശേഷം ഞങ്ങൾ രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ കനിമോൾ അവൾ താഴത്ത് കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് ഫ്രഷായി നേരെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശേഷം പറഞ്ഞു, നീയും പോയി ഒരുമിച്ച് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ സമയത്ത് ഞാൻ ഇവളോട് പറയുന്നു, അവളുടെ ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ ശരിക്കും ഒരു മിനി മൗസിനെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഈ ഷോപ്പിലോട്ടാണ്. എനിക്ക് തോന്നുന്നു ജിമ്മിൽ പോകുന്നവർക്കും പ്രത്യേകിച്ച് എൻ്റെ അനിയൻ കാർത്തികിനും ഭയങ്കര ഇഷ്ടമാകാൻ പോകുന്നൊരു ഭാഗമായിരിക്കും ഇത്. പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ജിമ്മിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നിനോടോരോ കാര്യങ്ങൾ ഇഷ്ടങ്ങൾ തോന്നുക. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പല ഇതിലും നോക്കിയിരിക്കുകയായിരുന്നു, ഇത്രയൊക്കെ ഐറ്റംസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങി വന്ന ശേഷം പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. മോളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അവളെ കുറച്ച് നേരം പഠിപ്പിച്ച ശേഷം പിന്നെ അത് കഴിഞ്ഞ് അവളവിടെ പഠിക്കുന്നുണ്ട്, ഞാനിവിടെ വേഗം ഭക്ഷണം കഴിച്ച് എൻ്റെ പരിപാടികളൊക്കെ തീർക്കാൻ നോക്കുകയായിരുന്നു കേട്ടോ.
കാരണം നാളത്തേക്ക് വീണ്ടും ഇതേ തന്നെ തുടങ്ങണമല്ലോ. അപ്പം ഇനി വീഡിയോ ഇടണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നല്ല മടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.